കായികമേളയിൽ ഷോട്ട്പുട്ടിലും ഡിസ്കസ് ത്രോയിലും സീനിയർ വിഭാഗത്തിൽ മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടിയിരിക്കുകയാണ് കാസർഗോഡിന്റെ സർവൻ KC. രണ്ടിലും തിരുത്തിയത് കഴിഞ്ഞ വർഷം സ്ഥാപിച്ച സ്വന്തം റെക്കോർഡാണ്. റെക്കോർഡ് നേട്ടത്തിനു ശേഷം സർവൻ 24-നൊപ്പം ചേർന്നു. സലീം മാലിക് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെ 24-ലൂടെ സർവാൻ നമ്മളോടൊരു കാര്യം പറഞ്ഞിരുന്നു. ഇന്ന് 2 മത്സരങ്ങളുണ്ട്. ആ 2 മത്സരങ്ങളിലും താൻ സൃഷ്ടിച്ച മീറ്റ് റെക്കോർഡ് തിരുത്തും എന്നൊരു വാക്ക് നമ്മളോട് പറഞ്ഞിരുന്നു. ആ മീറ്റ് റെക്കോർഡ് തിരുത്തി ആ വാക്ക് പാലിച്ചിരിക്കുന്നു. എന്ത് തോന്നുന്നു? സന്തോഷം. നേരത്തെ പ്രഡിക്റ്റ് ചെയ്തു, അതെങ്ങനെയാണ്? അത്രയും ഹാർഡ് വർക്കിന്റെ ആണോ, ആ കരുത്തിലാണോ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്തത്? അതെ. അവസാന സ്കൂൾ കായികമേളയാണ്. ഇതോടുകൂടി ഈ മത്സരത്തോടുകൂടി കായികമേളയിൽ നിന്ന് പടിയിറങ്ങുകയാണ്. എന്താണ് ഈ കായികമേള അനുഭവങ്ങളെല്ലാം? ശരിക്കും ഞാൻ സബ് ജൂനിയറിലാണ് റെക്കോർഡ് ഇടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് സ്കൂൾ മീറ്റിൽ. ഇതിപ്പോൾ എൻ്റെ ലാസ്റ്റ് സ്കൂൾ മീറ്റാണ്. ഇതിൽ നല്ലൊരു റെക്കോർഡ് ഇട്ട് തന്നെ ഇന്ന് പോകാൻ വേണ്ടി പറ്റി. അതിൽ സന്തോഷം. അടുത്ത തവണ മുതൽ സ്കൂൾ മീറ്റ് തുടങ്ങുമ്പോൾ അതിൽ എന്തായാലും സർവൻ ഉണ്ടാവില്ല. അപ്പോൾ എന്താ തോന്നുന്നത്? വലിയ മിസ്സിംഗ് ആയിരിക്കും. മിസ്സിംഗ് ആയി. സ്കൂൾ മീറ്റ് ഇപ്പോൾ കേരളത്തിൽ വെച്ച് നടക്കുന്ന ഏറ്റവും നല്ലൊരു സ്റ്റേറ്റ് മീറ്റാണ്. അപ്പോൾ അതിൽ സർവാന്റെ നേട്ടങ്ങൾ ഇവിടെ കൊണ്ട് എന്തായാലും അവസാനിക്കില്ല എന്നുള്ളതാണല്ലോ. എന്താണ് സർവാനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് രാജ്യത്തിന് തന്നെ അഭിമാനമാക്കുന്ന നിലയിലേക്ക് വളർത്തുന്നത്? ഒരു ഒളിമ്പ്യൻ മെഡൽ അത് തന്നെയാണ് കേരളത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇവനിലൂടെ ആവുമെന്നുള്ള പ്രതീക്ഷയാണ് ഓരോ ദിവസവും കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അച്ഛൻ്റെ ആഗ്രഹം ഒരു ഒളിമ്പ്യൻ ആക്കുക എന്നുള്ളതാണ്. ആഗ്രഹം നിറവേറ്റുമോ? അച്ഛൻ്റെ ആഗ്രഹമാണ്, എൻ്റെ ആഗ്രഹമാണ്. സർവാന്റെ അമ്മയാണ്. എന്ത് തോന്നുന്നു ഈ സമയത്ത്? വളരെ സന്തോഷമുണ്ട്. അടുത്ത സ്കൂൾ മീറ്റ് മുതൽ മകനില്ല. മകൻ ഒരുപാട് റെക്കോർഡുകൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് ബാക്കിയുള്ള തലമുറയ്ക്ക് തകർക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ സർവാനും ഇല്ല, സിദ്ധാർത്ഥവും ഇല്ല. രണ്ടുപേരും ഇപ്പൊ സ്കൂൾ മീറ്റിന് വിട്ടുപോയിട്ടുണ്ട്. സങ്കടമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും സർവാൻ വീണ്ടും ഉയരങ്ങൾ കീഴടക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. സർവാൻ സൃഷ്ടിച്ച റെക്കോർഡുകൾ തകർക്കുക എന്നുള്ളതാണ് ഇനി വരുന്ന ഒരു അടുത്ത സ്കൂൾ മീറ്റ് മുതലുള്ള തലമുറയ്ക്ക് അവരുടെ മുൻപിലുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രത്യേകിച്ചും ഈ ഡിസ്കസ് ത്രോയും ഷോട്ട് പുട്ടും ഉൾപ്പെടെയുള്ള 7 മത്സര ഇനങ്ങളിൽ. ക്യാമറാമാൻ VS മനീഷിനൊപ്പം സലീം മാലിക്, 24 കൊച്ചി.